നമ്മുടെ രാജ്യത്തെ വാർത്തകൾ വളരെ ശ്രദ്ധേയമാണ്. വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്തവരെ നിയമിക്കും, പള്ളിക്കടി കുഴിക്കും, ആ പള്ളി അവർക്ക് കൊടുക്കും. ഇനിയിപ്പോൾ പുതിയൊരു സംഗതി, അയോധ്യയിൽ മുസ്ലിങ്ങൾക്ക് കൊടുത്ത സ്ഥലം, അതായത് അത് പിടിച്ചെടുക്കണമെന്ന് ഒരാൾ ആവശ്യപ്പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രിയോട്, യോഗി ആദിത്യനാഥിനോട്. അപ്പോൾ നമ്മൾ വിചാരിക്കും യോഗി ആദിത്യനാഥ് ഇത് തള്ളിക്കറയുമെന്ന്. വേണമെങ്കിൽ ഇലക്ഷന് ജയിക്കാൻ അദ്ദേഹം വടവും കയറുമായി പോയി ആ സ്ഥലം പിടിച്ച് എടുക്കാനുള്ള സാധ്യതയുണ്ട്. പിടിച്ചെടുക്കണമെന്ന് മാത്രമല്ല, എടുത്തിഞ്ഞ് പടിഞ്ഞാറ് അറബിക്കടലിൽ കൊണ്ട് കളയണമെന്നുമുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. അതിലെ സങ്കടം വേറൊന്നുമല്ല, റഷ്യയിൽ ക്യാൻസർ പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ചുവെന്നും 2025 എല്ലാ രാജ്യങ്ങൾക്കും അത് സൗജന്യമായി നൽകുമെന്നുമൊക്കെയുള്ള വാർത്ത വരുമ്പോഴാണ് നമ്മുടെ രാജ്യത്ത് പള്ളി കുഴിക്കുന്നു, അമ്പലം കുഴിക്കുന്നു, ക്രിസ്തുമസ് ആഘോഷം തടസ്സപ്പെടുത്തുന്നു, പിന്നെ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ആ ബില്ല് കൊണ്ടുവരുന്നു, ഈ ബില്ല് കൊണ്ടുവരുന്നു, മുസ്ലിമിനെ ഹിന്ദു ആക്കാൻ ബില്ല് കൊണ്ടുവരുന്നു, ഹിന്ദുവിനെ മുസ്ലിം ആക്കാൻ ബില്ല് കൊണ്ടുവരുന്നത് തടയുന്നു, പിടിക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു സഹതാപമാണ്, ലജ്ജയാണ് തോന്നുന്നത് എന്നതാണ് സത്യം. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. രാജ്യങ്ങൾ പൊതുവെ സാമ്പത്തിക ശാക്തീകരണത്തെക്കുറിച്ചും വികസന കാര്യങ്ങളെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ സാമ്പത്തിക ശാക്തീകരണ പ്രവർത്തനങ്ങൾ ആകെ നടക്കുന്നത് അംബാനിക്കും അദാനിക്കുമുള്ള വിൽപ്പനയാണ്. മറുവശത്ത് ആ വിൽപ്പന ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ചില ഇറച്ചി കഷ്ണവും എല്ലിൻ കഷ്ണവും ഇട്ടുതരുന്നത് പോലെ നമുക്കിട്ട് തരും. വഖഫിൻ്റെ അത്, വഖഫിൻ്റെ മറ്റേത്, പള്ളി പിടിച്ച് അങ്ങനെ, അമ്പലം തുറന്ന് ഇങ്ങനെ എന്നൊക്കെ പറയുന്ന സംഗതികളാണ്. പ്രിയപ്പെട്ട ഭാരതീയരെ, പ്രിയപ്പെട്ട ബഹുമാന്യരായ പൗരന്മാരെ, ഒരു മഹത്തായ രാജ്യം ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ ദശാസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ആ രാജ്യത്തിൻ്റെ എന്ത് കാര്യങ്ങളാണ് ഓരോ മനുഷ്യൻ്റെയും അടുക്കളയെയും ജീവിതത്തെയും ബാധിക്കുന്നത്? ഹിന്ദു മുസ്ലിമോ, അമ്പലവും പള്ളിയോ? അമ്പലങ്ങൾക്ക് ഏതാണ്ട് കുറവുണ്ടോ? പള്ളികൾക്ക് ഏതാണ്ട് കുറവുണ്ടോ? എല്ലാം യഥേഷ്ടമുണ്ട്. സന്തോഷത്തോടെ ഉള്ളതൊക്കെ കൈ വെച്ച് സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതിനപ്പുറത്ത് തുരന്നും പിടിച്ചും കുഴിച്ചും വികാരമുണ്ടാക്കി തമ്മിലടിപ്പിച്ച് നിങ്ങളെയും എന്നെയും ശത്രുവാക്കി ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കെ ഈ ആക്കുന്നവൻ്റെ മക്കളും കുടുംബവുമൊക്കെ ശതകോടികളും പരശതം കോടികളും ഒക്കെ സമ്പാദിച്ച് സുഖസമൃദ്ധ സന്തോഷമായി ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഞാനിത് ഓർത്തുപോയത് കഴിഞ്ഞ ദിവസം ഒരു വലിയ വാർത്ത, അതായത് അയോധ്യയിൽ മുസ്ലിങ്ങൾക്ക് പള്ളി വെക്കാൻ നൽകിയ സ്ഥലം തിരിച്ചെടുക്കണം എന്നുള്ളതാണ്. ഡവ്വേ തിരിച്ചെടുക്കണമെന്ന് മാത്രമല്ല, എടുത്ത് തോളെ വെച്ചോണ്ട് പോടേ, 10-100 പേരെ വിളിച്ച് അത് ഇളക്കിയെടുത്ത് തുരന്ന് അങ്ങ് കൊണ്ടുപോയി വെക്കുമെങ്കിൽ എവിടെയെങ്കിലും നദിയിലൊഴുക്ക്, അല്ലെങ്കിൽ ഇങ്ങ് കടലിൽ കൊണ്ടുവന്ന് അതിലോട്ട് തെള്ളി അങ്ങിട്. അതുകൊണ്ട് എന്തോ പറ്റും? മുസ്ലിങ്ങളെല്ലാം ഒലിച്ചു പോവുമോ? അതോ ഇസ്ലാം മതം അങ്ങ് ഒലിച്ചു പോവുമോ? ഏതായാലും ഇങ്ങനെയുള്ള സംഗതികൾ കണ്ടപ്പോൾ അതിനെ തുടർന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാർത്ത എന്താ? അതല്ലേ വളരെ കൗതുകകരം. ട്രംപ് അവിടെ ചർച്ച ചെയ്യുന്നു നമ്മുടെ മേൽ എത്ര ശതമാനം നികുതി ഏർപ്പെടുത്തണമെന്ന്, കാനഡയുമായിട്ടുള്ള സാമ്പത്തിക വിഷയം എങ്ങനെയായിരിക്കണമെന്ന്. റഷ്യയിൽ ഈ പറഞ്ഞ ക്യാൻസർ പ്രതിരോധ വാക്സിൻ ഉൽപ്പാദിപ്പിച്ചത്രേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കോടി ജനങ്ങളായിരിക്കും ലോകത്ത് നെടുവീർപ്പിടുക? എന്തൊരു മാർക്കറ്റായിരിക്കും ഡെവലപ്പ് ചെയ്യുക? ആ പ്രതിരോധ വാക്സിൻ ഡെവലപ്പ് ചെയ്തതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഉറപ്പായും ഇന്ത്യൻ ബ്രെയിൻ ഉണ്ടാകും, ഏഷ്യൻ ബ്രെയിൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവരൊക്കെ ഇത്തരം ആളുകളുടെ കോത്താഴത്തെ പണി കണ്ട് വേറെ രാജ്യത്ത് പോയി ഗവേഷണം നടത്തി അന്തസ്സായി ലോകത്തിന് പലതും സമ്മാനിക്കുകയാണ്. ഇവിടെ നമ്മൾ തുരക്കുന്നു, കുഴിക്കുന്നു, അത് നടത്തുന്നു, ഇത് നടത്തുന്നു, തമ്മിൽ കളിക്കുന്നു, പൊട്ടിക്കളിക്കുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ അവനവനൊരു കൊട്ടുകൂടിയെടുത്ത് അവനവൻ്റെ തലയെ അടിച്ച് പൊട്ടിക്കേണ്ട കാലമാണ് എന്ന് തോന്നിപ്പോവും. കാരണം അത്ര ലജ്ജാകരമാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. കുറഞ്ഞപക്ഷം അത് ചൂണ്ടയാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം പോലും ഇല്ലാത്തൊരു ജനമായി പോകുന്നല്ലോ എന്നതാണ് ഏറ്റവും സങ്കടകരം.